ഇനി നമ്മൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് കാത്തിരിക്കുന്നത് ചാമ്പ്യന്മാർ, സ്വർണ്ണക്കപ്പ് ജേതാക്കൾ അവരുടെ സ്വന്തം ജില്ലയിലേക്ക് കടക്കുകയാണ്. രാവിലെ 9 മണിയോടുകൂടി ജില്ലാ അതിർത്തിയായ കൊരട്ടിയിൽ സ്വീകരണമുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ശരത് തോങ്ങലൂരാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നത്. ശരത്ത്, എന്തായാലും ആഘോഷപൂർവ്വം ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ കപ്പ് അങ്ങോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇനി അവിടെ സ്വീകരിക്കുക, ആ കുട്ടികൾക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള സ്വീകരണം ഒരുക്കുക എന്നുള്ളതാണ്. ഇന്നലെ മന്ത്രി കെ രാജനും ജില്ലാ കളക്ടറും അടക്കമുള്ളവർ നമ്മുടെ പവലിയനിലെത്തി പറഞ്ഞിരുന്നു, ഇന്നത്തെ ഒരു ദിവസം അത് കളർഫുൾ ആക്കാൻ ഇരിക്കുകയാണ്. ഒപ്പം സ്കൂളുകൾ വിജയദിന ആചരണത്തിന്റെ തിരക്കിലും ഒക്കെയുമാണ്. എന്താണ് ഇന്നത്തെ കാര്യപരിപാടികൾ? ആര്യ, 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് തൃശ്ശൂരിലേക്ക് സ്വർണ്ണക്കപ്പ് എത്തുന്നത് കലോത്സവത്തിൻ്റെ. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ആവേശത്തിമർപ്പിൽ തന്നെയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെയുള്ള സ്കൂളുകളിലും നാട്ടുകാരെല്ലാവരും തന്നെ. രാവിലെ 9 മണിക്ക് ജില്ലാ അതിർത്തിയായ കൊരട്ടിയിൽ വെച്ചിട്ടാണ് സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങുന്നത്. അതിനുശേഷം 9:45 ചാലക്കുടിയിലും 10 മണിക്ക് പുതുക്കാടും 11 മണിയോടെ ഒല്ലൂരും സ്വീകരണം നൽകും. അതിനുശേഷം മോഡൽ ഗേൾസ് സ്കൂളിലെത്തിക്കും. മോഡൽ ഗേൾസ് കേന്ദ്രീകരിച്ച് ഈ പറയുന്ന വടക്കുന്നാഥന് ചുറ്റും ഈ പറയുന്ന റൗണ്ടിലൂടെ ഒരു ഘോഷയാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ടൗൺ ഹാളിൽ വെച്ചാണ് സ്വീകരണ യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, 1/4 നൂറ്റാണ്ടിന് ശേഷം, ഇതിനു മുമ്പ് 1999 തൃശ്ശൂർ കലോത്സവ വിജയികളാവുന്നത്. ഇത്തവണത്തെ കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് ശേഷം 1008 പോയിന്റുകളുമായി തൃശ്ശൂർ വിജയികളായിരിക്കുകയാണ്. അതിൻ്റെ ഒരു ആവേശം എല്ലാവരിലുമുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാ വിദ്യാർത്ഥികളും, കലോത്സവത്തിൽ പങ്കെടുത്തവരും കലോത്സവത്തിൽ കാഴ്ചക്കാരെ എത്തിയവരും എല്ലാവരും തന്നെ ഈ ആഘോഷ പരിപാടികളിലെല്ലാം സജീവ സാന്നിധ്യമാവുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മന്ത്രിമാർ, മറ്റ് ജനപ്രതിനിധികൾ ഇവരെല്ലാവരും ടൗൺ ഹാളിൽ നടക്കുന്ന സ്വീകരണ യോഗത്തിലെത്തും. 1/4 നൂറ്റാണ്ടിന് ശേഷം ശക്തന്റെ തട്ടകത്തിലേക്ക് സ്വർണ്ണക്കപ്പ് എത്തുമ്പോൾ എല്ലാവരും അതിൻ്റെ വലിയൊരു ആവേശത്തിലാണ് കാവ്യ.